നാട്ടിൽ വന്ന് രണ്ടാമത്തെ ദിവസം. ഇന്നലത്തെ പോലെ രാവിലെ തന്നെ നുന്നു അപ്പച്ചയുടെ കട്ടിലേക്ക് കയറിയിരിപ്പുണ്ട്. നുന്നു മേക്കപ്പ് കിറ്റ് കൊടുത്തില്ല, അതാണ് കാര്യം. രാവിലെ തന്നെ കഴിക്കണ സാധനം കണ്ടോ? ഇത് എന്തൊരു നുന്നു? മമ്മിയോ? മമ്മി ചന്നട മാങ്ങാച്ചാറ് രാവിലെ ഇരുന്ന് കഴിക്കുന്നത് കൂട്ട് തിന്നണ പോലെ ഇരുന്ന് കഴിക്കുന്നത്. ചീത്ത അങ്ങനെ അധികം കഴിക്കരുത് കേട്ടോ, കുറച്ച് കഴിച്ചാൽ മതി. ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ ഓക്കെ, ഇത് തന്നെ കഴിക്കരുത് ഈ വെറും വയറ്റിലെ. 8-8:30 ആയപ്പോഴേക്കും മമ്മിയുടെ പച്ചക്കറി വണ്ടി വന്നു. കൊറോണ കാലത്ത് തുടങ്ങിയ ഏർപ്പാടാണ്. ഇപ്പോൾ ഇത് സ്ഥിരമായി. നാട്ടിലുള്ള കടക്കാരൊക്കെ ഒരു കാലത്ത് ഇതിനെതിരായിട്ട് രംഗത്ത് വന്നെങ്കിലും പിന്നെ അതങ്ങ് കെട്ടടങ്ങി. ഒരു കണക്കിന് ഇതൊരു വലിയ അനുഗ്രഹമാണ്. പുറത്തുപോയി സാധനങ്ങൾ വാങ്ങിക്കാൻ ആളില്ലാത്ത വീടുകളിലൊക്കെ ഇത് വലിയ ഗുണമാണ്. ഒരു മിനി പച്ചക്കറി കട തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഓറഞ്ച്, ആപ്പിള്, തക്കാളി, ബീറ്റ്റൂട്ട്, സകല സാധനമുണ്ടല്ലേ. പച്ചക്കറി മാത്രമല്ല, മീനും ഇറച്ചിയും വരെ ഇങ്ങനെ എത്തും. ഇതാണ് മീമി. ചാള ഇപ്പൊ ഈ ചെറിയ ടൈപ്പ് വരുന്നുണ്ട്. മീനാണെങ്കിലും നന്നായിട്ട് വെട്ടി നുറുക്കി കൈ കിട്ടും. വീട്ടുകാർക്ക് പണിയും എളുപ്പം. വന്നപ്പോൾ മുതൽ 2 എണ്ണവും ഈ മീനിന്റെ പുറകെയാണ്. ഇതിനകത്ത് കുറച്ച് ഗപ്പി കിടക്കുന്നുണ്ട്. ടൗണിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ 2 ഗോൾഡ് ഫിഷിനെ കൂടി മേടിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ സന്തോഷമാണ്. ഇവരുടെ ഈ സന്തോഷം കാണുന്നതാണ് നമ്മുടെ ഒരു സന്തോഷം. ഇഷ്ടപ്പെട്ടോ? ഇന്ന് ഞങ്ങൾ അമലയുടെ വീട്ടിലേക്ക് പോകുവാണ്. കോതമംഗലത്തിനടുത്ത് കോട്ടപ്പടി. പച്ചപ്പിന്റെ ഹരിതാപയുടെ ഇവിടെ ഈ തോടും പാടവും പറമ്പും എല്ലാം വീടിനോട് ചേർന്നായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ചാച്ചയാണ് അവരുടെ ഹീറോ. അവൻ പിന്നെ എതിലെ വേണേലും കൊണ്ടു നടന്നോളൂ. ജേക്കബ് എൻ്റെ അളിയൻ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊന്ന് പോയി. പരിചയക്കാരെയൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞ് നല്ല ചൂടൻ കഞ്ഞിയും പയറും അച്ചാറും കഴിച്ചു. വല്ലാത്തൊരു ഫീലാണ്. നല്ല കഞ്ഞിയും പയറും മാങ്ങാച്ചാറും. ഇത് നമ്മുടെ വീടിനടുത്തുള്ള മാമയാണ്. മാമ ഒരു സംഭവമാണ്. നമ്മുടെ പഴയ യൂട്യൂബ് വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇവിടുത്തെ മീൻപിടുത്തവും ജേക്കബും ബേസിലും പിന്നെ മാമയും. പിള്ളേർക്ക് നിന്ന് ഇതെന്നാ ചെയ്യണേ? മാമ എന്നാ ചെയ്യണേ? പാറ്റുക. അടിപൊളി. മാമ തകർത്തു. വെള്ളം കൊണ്ടുവരുന്നോർത്ത് ഞാൻ ഇത്രയും വലിയ കൊതിയാതെ എന്നിട്ട് വേണം വെള്ളം കുടിച്ച് കിടന്ന. ഇല്ല ഇച്ചിരി കൂടുതലാന്ന് കേട്ടല്ലോ. പിന്നെ തരാം. ഇന്നാളെ 2 എണ്ണം അടിച്ച് ഓഫായി കേട്ടല്ലോ.
ആ അത് അപ്പഴേ കുത്തിപ്പോയി വൈകുന്നേരം വരും വൈകുന്നേരം 4 അല്ല ആ ഓക്കെ ഡീൽ. ഇനി നമ്മൾ തട്ടേക്കാട് പോവാണ്. അത് അടുത്ത വീഡിയോയിൽ.